വയനാട് വയൽനാട്, വയലുകളുടെ നാട്. ഇനി എത്ര കാലം? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ഒന്ന് രണ്ട് ലേഖനങ്ങളിൽ ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റ് ചാനലുകളിൽ, യൂട്യൂബ് ചാനലുകളിലും ഡിജിറ്റൽ ചാനലുകളിലും സാറ്റലൈറ്റ് ചാനലുകളിലും ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു. വയനാട് എത്ര കാലം? 2016 കബനി നദിയിലടക്കം വെള്ളം വറ്റിയപ്പോൾ ഞാൻ വയനാട് പഠനത്തിന് പോയിരുന്നു. അന്ന് അവിടുത്തെ വലിയ സെമിനാറിൽ പങ്കെടുത്തിരുന്നു. 24 ഉരുൾപൊട്ടൽ ചൂരൽമലയിൽ പോയിരുന്നു. അവിടെ പോയ പഠന സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നടന്ന സെമിനാറിലും മറ്റും ഞാനും പങ്കെടുത്തിരുന്നു. കഴിഞ്ഞ 20 വർഷക്കാലത്തെ വയനാടിനെ നിരീക്ഷിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ കൃത്യമായി ഞാൻ പറയുന്നു, വയനാടിന് ആയുസ് കുറവാണ്. ഇപ്പോൾ വയനാട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, കഴിഞ്ഞ വർഷം 2025 35% മഴ വയനാട് കുറഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിലും കുറഞ്ഞിട്ടുണ്ട്. സാധാരണ മലനിരകളിലാണ് എപ്പോഴും വർഷത്തിൽ കൂടുതൽ ദിവസവും മഴ പെയ്യേണ്ടതും വാർഷിക മഴയുടെ നല്ലൊരു ശതമാനം കിട്ടേണ്ടതും മഴ സീസണിലാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു കണക്കെടുത്താൽ മഴ സീസണിൽ കഴിഞ്ഞ വർഷം വയനാട് വലിയ തോതിലാണ് മഴയുടെ കുറവുണ്ടായത്. അതുപോലെ തന്നെ മഴയുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ വളരെ വലിയ വ്യത്യാസമാണ് വയനാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. വയനാടിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയുണ്ട്. 2025 ജൂൺ മുതൽ സെപ്റ്റംബർ വരെ, 2025 കഴിഞ്ഞ വർഷത്തെ കാലവർഷത്തിൽ വയനാട് മാത്രം കുറവായത് 36% മഴയാണ്. ഇടുക്കിയിൽ കുറവായതും 35% മഴയാണ്. ഈ വർഷം ഇപ്പോൾ ജൂൺ 1 മുതൽ ഇന്നിപ്പോൾ 15 ആയല്ലോ, 15 വരെയുടെ കണക്കെടുത്താലും വയനാടിൽ വലിയ മഴക്കുറവാണ് അനുഭവപ്പെടുന്നത്. ഇനി വലിയ മഴക്കുറവ് അനുഭവപ്പെടുന്നു എന്ന് മാത്രമല്ല, വരൾച്ചയിലേക്ക് പോകും. വേഗത്തിൽ മാറുന്ന ഒരു കാലാവസ്ഥയും തകരുന്ന സ്വാഭാവിക പ്രതിരോധങ്ങളുമാണ് വയനാടിനെ കാത്തിരിക്കുന്നത്. ഇത് മരുവൽക്കരണത്തിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ലാൻഡായി മാറും. കേരളത്തിലാകെ മരുവൽക്കരണം നടക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായിക്കൊണ്ടേയിരിക്കുന്നു. കുറേശ്ശെ കേരളം അതിലേക്ക് പോകുന്നു. മലനിരകൾ ഒന്നൊന്നായി താഴേക്ക് വരുന്ന, ഇടനാട് പ്രദേശങ്ങളിലെ കുന്നുകളടക്കം ഇടിച്ചു കളയുന്ന, തീരദേശത്തെ അടക്കം വലിയ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് വരുന്ന പ്രശ്നമാണ് വയനാടുള്ളത്. അതായത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി വയനാട്ടിലേക്ക് മരുവൽക്കരണം പതുക്കെയാണെങ്കിലും പതുക്കെ വരികയുള്ളൂ. വരുന്ന പഠനങ്ങൾ ധാരാളം വരുന്നുണ്ട്. ഡെക്കാനിൽ നിന്നുള്ള വരണ്ട കാറ്റിനെ തടുത്തിരുന്ന മുളങ്കാടുകൾ നശിച്ചതും നെൽവയലുകൾ നികത്തപ്പെട്ടതും അശാസ്ത്രീയമായ ഭൂവിനിയോഗവും മരുവൽക്കരണത്തിൻ്റെ ആക്കം കൂട്ടുന്നുവെന്നാണ് കണ്ടെത്തൽ. മയിൽ പോലുള്ള ജീവികൾ ഒരു കാരണവശാലും വ്യാപകമാകാൻ പാടില്ല കേരളത്തിൻ്റെ ഭൂമികയിൽ. അത് വരുന്നെങ്കിൽ മരുവൽക്കരണത്തിൻ്റെ മറ്റൊരു ലക്ഷണമാണ്. വേനൽക്കാലത്ത് പൊള്ളുന്ന ചൂടും മഴക്കാലത്ത് അതിവർഷവും വയനാട്ടിൽ പതിവായി കഴിഞ്ഞു. എത്രയോ കാലമായി നമ്മളിത് പറയുന്നു വയനാടിനെക്കുറിച്ച്. നല്ല തണുപ്പും അതുപോലെ തന്നെ മഞ്ഞും നിറഞ്ഞ വയനാടിൻ്റെ തനതായ കാലാവസ്ഥയ്ക്ക് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പരമാവധി 25 മുതൽ 28 ഡിഗ്രി വരെയാണ് താപനില ഉണ്ടായിരുന്നതെങ്കിൽ അത് 32-34 ഡിഗ്രിയിലേക്ക് താപനില ഉയരുകയാണ്. അതുപോലെ തന്നെ ചൂട് കൂടുന്ന ദിവസങ്ങളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വയനാട് വന്നിട്ടുണ്ട്. അറബിക്കടലിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം കൂടുതലായി ചൂട് പിടിക്കുന്നതാണ് വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കാലാവസ്ഥ വ്യതിയാനം വേഗത്തിലാക്കുന്നതെന്ന് കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ആളുകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. കടൽ അമിതമായി ചൂട് പിടിക്കുന്ന മൂലം കേരളത്തിൻ്റെ അന്തരീക്ഷം അസ്ഥിരമാവുകയും വലിയ മേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതും അതിവൃഷ്ടി വരുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ മുളങ്കാടുകൾ, അതേസമയം വയനാടുള്ള ആർഷഭാരത് എന്നറിയപ്പെടുന്ന നത്തംകുനി എന്ന് പറയുന്ന കൽപ്പറ്റയ്ക്ക് അടുത്താണെന്ന് തോന്നുന്നു, കൽപ്പറ്റയ്ക്ക് അടുത്താണ് അതോ ബത്തേരിക്ക് അടുത്താണോ, നത്തംകുനി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ആർഷഭാരത് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ഒരു സന്നദ്ധ സംഘടനയുണ്ട്. അതിൽ ഒരു അഗസ്റ്റിൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് നടത്തുന്നത്. ഞാനവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അവർ വളരെ വ്യാപകമായി പശ്ചിമഘട്ട വികസന പരിപാടിയുടെ ഭാഗമായി
3 റോഡുകളിൽ കൃത്യമായി മുളങ്കാട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ മനോഹരമാണ്. ഇപ്പോൾ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത, അവിടെ പോകുമ്പോൾ ആളുകൾ ഈ കപ്പിൾസും ലവ് ബേഡ്സും ഒക്കെ അവിടെ ചെല്ലുമ്പോൾ അവിടെ നിന്ന് സെൽഫി എടുക്കുക, അവിടെ കുറച്ച് സമയം ബൈക്കിൽ സ്കൂട്ടറിലും കാറിലും പോകുന്ന അവിടെ കുറച്ച് സമയം നിൽക്കുക, അങ്ങനെ നല്ല രസമാണ്. ആ റോഡിൻ്റെ 2 സൈഡും മുളങ്കാട് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അത് അഗസ്റ്റിൻ ചെയ്തിട്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ സാന്ദർഭികമായി വയനാട് നടന്ന നന്മയുള്ള കാര്യം പറഞ്ഞു എന്നുള്ളതാണ്. വെസ്റ്റേൺ ഘാട്ടിൽ ഞാൻ വെസ്റ്റേൺ ഘാട്ടിൻ്റെ ടെക്നിക്കൽ കൺസൾട്ടൻ്റ് ഉണ്ടായിരുന്ന ഒരാൾ കൂടി എന്നുള്ള നിലയിൽ ഇത് അവതരിപ്പിക്കുന്നതിലും എനിക്ക് സന്തോഷമാണുള്ളത്. അപ്പോൾ അത് അവിടെ നടന്നു. പക്ഷേ വ്യാപകമായി മുളങ്കാടുകൾ നശിക്കപ്പെടുന്നത് വളരെ പ്രധാനമാണ്. പുൽപ്പള്ളി, പ്രത്യേകിച്ച് ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗമായി കിടക്കുന്ന പുൽപ്പള്ളി, മുള്ളൻകൊല്ലി തുടങ്ങിയ കിഴക്കൻ മേഖലകളിൽ മരുവൽക്കരണ ഭീഷണി വളരെ ഉയർന്നതാണ്. മുളങ്കാടുകളുടെ നാശം വലിയ ഒരു കാരണവുമാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് വരുന്ന കടുത്ത ചൂടുള്ള വരണ്ടതുമായ കാറ്റാണ് അതിർത്തികളിൽ അതിസാന്ദ്രമായി വളർന്നു നിന്നിരുന്ന മുളങ്കാടുകൾ ഈ വരണ്ട കാറ്റിനെ തടഞ്ഞു നിർത്തുന്ന സ്വാഭാവിക പ്രതിരോധ മതിലായി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ മുളങ്കാടുകളുടെ കൂട്ടത്തോടെയുള്ള പൂത്തുണങ്ങൽ കാരണം ഈ ഹരിതമതിൽ പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. വേരുകൾക്ക് വൻതോതിൽ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ മുളങ്കാടുകൾ നശിച്ചതുപോലെ മണ്ണിൻ്റെ ജലസംഭരണ ശേഷിയും കുറഞ്ഞു പോയിട്ടുണ്ട്. ISROയുടെ നാഷണൽ സെൻറ്റർ ഫോർ സയൻസ് സ്റ്റഡീസ്, നാഷണൽ റിമോട്ട് സെൻസിങ് ആൻഡ് NRS നാഷണൽ റിമോട്ട് സെൻസിങ് ഏജൻസി ഹൈദരാബാദ് 23 പുറത്തുവിട്ട ഉരുൾപൊട്ടൽ ഭൂപടത്തിൽ ഇന്ത്യയിലെ 30 ഉരുൾപൊട്ടൽ ഹോട്ട്സ്പോട്ടുകളിൽ വയനാടും ഉണ്ട്. അതിൽ കേരളത്തിലുള്ള ദേശീയാടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ 13ാം സ്ഥാനത്താണ് വയനാട് കിടക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ മുൻകൂട്ടി പറഞ്ഞ ചില കാര്യങ്ങളിൽ ഞാൻ പ്രവാചകനൊന്നുമല്ല, പ്രവചനം നടത്തുന്ന ആളല്ല, അറം പറ്റുന്ന വാക്ക് പറയുന്ന ആളുമല്ല. പക്ഷേ ശാസ്ത്ര സാങ്കേതിക ഡേറ്റകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ നോക്കൂ, ഈ മാസം തന്നെ 20% മഴ, ഇന്ന് സംസാരിക്കുമ്പോൾ 15-നും 20%-ഇടയ്ക്ക് മഴ ജൂലൈയിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ജൂലൈ മാസത്തിൽ കറണ്ട് കട്ടാണ്. ജൂൺ മാസത്തിൽ 40% മഴയാണ് കുറഞ്ഞത്. ഈ കുറയുന്ന മഴ കൂടുതലായി ഒരു ദിവസം വന്നാൽ, അല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം തുടർച്ചയായി വന്നാൽ വയനാടൻ കുന്നുകൾക്ക്, ചേമ്പ്രോ മലകൾക്ക് അത് താങ്ങാനാകില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ വയനാടിനെ വലിയ വലിയ വികസനത്തിൻ്റെ മാസ്മരിക ഭൂമിയാക്കാൻ നടക്കുന്നവർ ദയവായി വയനാടിൻ്റെ എക്കോസിസ്റ്റം പഠിക്കണം. വയനാടിൻ്റെ എക്കോസിസ്റ്റം പഠിക്കുന്ന പോലെ തന്നെ കേരളത്തിൽ കാട് മുതൽ കടൽ വരെ, അല്ലെങ്കിൽ കടൽ തീരം മുതൽ മലകൾ, പശ്ചിമഘട്ട മലകൾ നിരവധിയുള്ള ഓരോ സ്ഥലത്തിൻ്റെയും എക്കോസിസ്റ്റം പഠിച്ചുകൊണ്ട് അതിനനുസരിച്ചുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കേരളത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ. വയനാട് ഇനി എത്ര നാൾ എന്നുള്ളതാണ് ചോദ്യം. ഇത് ചോദിക്കുമ്പോൾ ആരും നെറ്റി ചുളിക്കരുത്. പ്രകൃതിയോട് മല്ലിട്ടുകൊണ്ട് തന്നെയാണ്, പ്രകൃതിയോട് ബഹളമുണ്ടാക്കി തന്നെയാണ്, ഒരു പരിധിവരെ പ്രകൃതിയെ ചൂഷണം ചെയ്തു തന്നെയാണ് മനുഷ്യർ താമസിക്കുന്നത്. പ്രകൃതിയിൽ തൊടാതെ, പരിസ്ഥിതിയെ തൊടാതെ, പ്രകൃതി ഘടകങ്ങളെ തൊടാതെ ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അങ്ങനെ ജീവിക്കാൻ കഴിയൂ. കാട് വെട്ടപ്പെടും, നദി നികത്തപ്പെടും, പുഴ നികത്തും, വയലുകൾ നികത്തപ്പെടും, എല്ലാം സംഭവിക്കും. പക്ഷേ അതിനൊക്കെ ഒരു അതിർവരമ്പ് ലംഘിച്ചു പോയാൽ സ്വാഭാവികമായിട്ട് പ്രകൃതിയുടെ ഭാഗമായിട്ടുള്ള ഉരുൾപൊട്ടലിൻ്റെയും വെള്ളപ്പൊക്കത്തിൻ്റെയും വരൾച്ചയുടെയും പ്രളയത്തിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ പലായനം ചെയ്തു പോയതെങ്കിൽ അത് മോഹൻജദാരോ ഹാരപ്പ സംസ്കാരം മുതൽ, വിദേശ രാജ്യങ്ങളിലെയും ഗൾഫ് രാജ്യത്തെ സംസ്കാരം മുതൽ, യൂഫ്രട്ടീസ് ഡൈഗ്രീസ് സംസ്കാരം മുതൽ, ഇന്ത്യയിലെ സിന്ധുവിൻ്റെ, ഗംഗയുടെ, ഗോദാവരിയുടെ, കാവേരിയുടെ ഒക്കെ സംസ്കാരങ്ങൾ ഇല്ലാതായത് മഴയുടെയും വെള്ളത്തിൻ്റെയും തുള്ളിക്കളിക്കലുകൾ കൊണ്ടാണ്. ഒന്നുകിൽ മഴ ശക്തമായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രളയം, അല്ലെങ്കിൽ വരൾച്ച. ഇതേതെങ്കിലും ഒന്നുകൊണ്ടാണ് എല്ലാ സമൂഹവും ഇല്ലാതായിട്ടുള്ളത്. പിന്നെ ഭൂകമ്പം, അഗ്നിപർവ്വതം, അത് സെലക്റ്റഡ് സ്പോട്ടുകളിലാണ് ഇല്ലാതായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വയനാട് വരൾച്ച കൊണ്ട് ഇല്ലാതാകുമോ? എന്തായാലും വയനാടിലെ കുറേ പ്രദേശങ്ങൾ മരുവൽക്കരണത്തിലേക്ക് പോകുന്നു. അത് ക്യാൻസർ പോലെ വ്യാപിക്കാതിരിക്കാൻ വയനാട്ടുകാർ ജാഗ്രതയിൽ. നമുക്ക് വികസിപ്പിക്കാം, പക്ഷേ വികസനത്തിൻ്റെ ഗുണഭോക്താക്കളാകാൻ ആളുകൾ വേണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ റെഫ്യൂജീസ്, വികസന അഭയാർത്ഥികളുടെ എണ്ണം കൂടും എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളപ്പോഴും അതിജീവിക്കും. ഭൂമിയിൽ എവിടെയെങ്കിലും ജീവിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ കുറച്ച് പേർ അവിടെ പോയി ജീവിക്കും, മറ്റുള്ളവർ ചത്തുപോകും, മരിച്ചു പോകും. ഇത് മാനവൻ്റെ ചരിത്രത്തിൽ എന്നും മനുഷ്യർ അങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിലും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കമ്പ്യൂട്ടർ മോഡലിങ്ങും അത്യാധുനിക കാലാവസ്ഥാ പ്രവചന രീതികളും സമൂഹം തരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടി മര്യാദക്കാർ ആകട്ടെ.